CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൂനമുച്ചിയിൽ ഇലക്ട്രിക് ജോലിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ചെമ്മണ്ണൂർ മമ്പറമ്പത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ വാർഷികാഘോഷത്തിന് മുന്നോടിയായുള്ള ഇലക്ട്രിക് ജോലികൾക്കിടെയാണ് വിപിന് ഷോക്കേറ്റത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികളുമായി പഠനയാത്ര പോയ ബസ് കർണാടകയിൽ അപകടത്തിൽപ്പെട്ടു. സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, അതുൽ, ആവണി, അതുല്യ, അനുഗ്രഹ് എന്നീ 4 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ ലക്ഷ്മി ശങ്കറിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ബുധനാഴ്ച പുലർച്ചെ ഹുബ്ലിയിൽ വച്ചാണ് ബസ് ഡിവൈഡറിൽ കയറി മറിഞ്ഞത്. പ്രസിദ്ധമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 2 മണി മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഡിങ്കി വള്ളങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചേറ്റുവ പുഴയിൽ തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചേറ്റുവ പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ഡിങ്കി വള്ളങ്ങളും കുളച്ചിൽ സ്വദേശികളുടെ വള്ളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പ്രസിദ്ധമായ കുന്നംകുളം ഐക്യസുവിശേഷ മഹായോഗത്തിന്റെ കൊടിയേറ്റം നടന്നു. 56ാമത് സുവിശേഷ യോഗത്തിന്റെ കൊടിയേറ്റം ഐക്യസുവിശേഷ നഗറിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിലെ റവറന്റ് ഫാദർ വർഗീസ് കുത്തൂർ നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വമരുളുന്നു. അൻസാർ വിമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. COA തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. CCTV ടവറിൽ നടന്ന ചടങ്ങിൽ COA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് പതാക ഉയർത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ആചരിച്ചു. ചാവക്കാട് നഗരത്തിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തി. CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലാകമാനം ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളം ഏരിയയിലെ കടവലൂർ പഞ്ചായത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ 136ാം വാർഷികം വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് 47 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും ശിക്ഷ. വാടാനപ്പള്ളി നടുവിൽക്കര പണിക്കശ്ശേരി 26 വയസ്സുള്ള അമർ തേജസിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്നു കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച CPI അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറിയും ചാവക്കാട് നഗരസഭ 4ാം വാർഡ് കൗൺസിലർ സഫൂറ ബക്കറിന്റെ ഭർത്താവുമായ തിരുവത്ര കുഞ്ചേരി വാർനാട്ട് ബക്കറിന് അനുശോചനം അർപ്പിച്ച് സർവകക്ഷി യോഗം ചേർന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് സമ്മേളനം എരനല്ലൂർ ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർക്കുളം പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളംപാട്ടിന് കൂറയിട്ടു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അശോകൻ വെള്ളാമാക്കൽ കൊടിയേറ്റി. 2.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന കളംപാട്ടുത്സവം നാട്ടുതാലത്തോടെ സമാപിക്കും. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂര മഹോത്സവം ആഘോഷിച്ചു. ആരോഗ്യ സേവന രംഗത്ത് അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.